അങ്ങനെ നമ്മുടെ സച്ചിൻ വീട്ടുകാരും കൂടി ബിരാൻ്റെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയേണ്ടത് വേഗം ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോവും ചിതാഭസ്മവും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബിരാൻ ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഈ ചിതാഭസ്മം കൊണ്ട് പോകുക എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിയും കൂടി നമ്മുടെ ശ്രുതി അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ എല്ലാം ഓക്കെയാണ്, ഇതുവരെ നീ വിചാരിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചത്, ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ സച്ചി. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ മുണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ശ്രുതി വേഗം ചെല്ലുന്നുണ്ട് നമ്മുടെ ബീരാൻ്റെ അടുത്തേക്ക് മീരയുടെ അടുത്തേക്ക്. എന്നിട്ട് ബീരാനോട് പറയുന്നുണ്ട്, ഇത് അവസാനത്തെ പ്രാവശ്യം അങ്കിളെ പ്ലീസ് എങ്ങനെയെങ്കിലും ആ അച്ഛൻ്റെ ഫോട്ടോയും ചിതാഭസ്മവും എത്തിക്കൂ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, അവരെന്നെ പുറത്താക്കും എന്നൊക്കെ പറയുന്നത്. എന്തായാലും ശ്രുതിയുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ ബീര ആയിക്കോട്ടെ ഞാൻ ചിതാഭസ്മവും ഫോട്ടോ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ കുറച്ച് വെള്ളം പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ ഓണർ വന്ന് വീണിട്ട് അവൾ പറയേണ്ടത് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റണില്ല, എന്താ ഞാൻ ചെയ്യുക ശ്രീകാന്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞിട്ട് ആയിക്കോട്ടെ മാഡം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരെയും മെല്ലെ പൊക്കിയും കൊണ്ട് പോയിട്ട് കാറിലേക്ക് വെക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ വർഷ അങ്ങനെ ഫോൺ വിളിച്ച് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വർഷ ശ്രീകാന്തിനെയും ആ ഹോട്ടലത്തെ ഓണറേയും എടുത്തും കൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇനി വർഷം ഉണ്ടാക്കുന്ന പുലിവാൽ എന്തൊക്കെയാണ് നമുക്ക് നാളെ കാണാം. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.